Hello, good morning. Good morning, Miss. Good morning. Good morning. Good Good morning. morning. Good morning. Yes, good morning once again. Let's start. Shall we Okay. start? Yes, ma'am. Yes. Okay. Okay. Yes, so let me introduce myself. My name is Nisha. I'm a faculty of Smart Radio Consultancy, and I'm very glad to see you all in this introduction class. Okay, so Okay. let's start our intro. Before that, with your permission, I'm going to turn off the sound because there will be disturbances in our classes. So to reduce it, we are going to turn off the sound. Okay. അപ്പോ എന്റെ പേര് നിഷ എന്നാണ്. ആദ്യം തന്നെ സൗണ്ട് ഓഫ് ചെയ്ത് നിങ്ങളുടെ വായ അടപ്പിച്ചു എന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം എന്താണെന്നറിയോ, അതിന് നമ്മളെ ഈ സൗണ്ട് ഓൺ ചെയ്ത് വെച്ചാല് ഓൺ മ്യൂട്ട് കൊടുത്തില്ലെങ്കിലേ നിങ്ങൾ ഇടയ്ക്ക് ഇത് ഇവിടെ കുട്ടികളെ എല്ലാവരും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. 37 കുട്ടികളെ ഇതിപ്പോ ഉള്ളൂ കേട്ടോ, നിങ്ങൾ നോക്കിക്കോ. ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പൊ 37 സ്റ്റുഡൻസ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ കുട്ടികൾ വീണ്ടും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവർ ജോയിൻ ചെയ്യുമ്പോൾ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 2-3 സെക്കൻഡോ ചിലപ്പോൾ ഒരു മിനിറ്റ് ഒക്കെ എടുക്കും അവരതിന്റെ സൗണ്ട് മ്യൂട്ട് ചെയ്യാൻ. ആ മ്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഞാൻ ഇവിടെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എക്കോ വരുമ്പോ ക്ലിയർ ആവില്ല, എക്കോ വരും അന്നേരം. അപ്പൊ അവർ കയറി കഴിഞ്ഞിട്ട് അവർക്ക് സൗണ്ട് ഓഫ് ചെയ്യാനുള്ള സമയം കൊടുക്കണ്ടേ. അപ്പോഴേക്കും അവിടേക്ക് നമ്മൾ എന്തെങ്കിലും ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആകില്ല. ടീച്ചർ അന്നേരം എന്താ പറഞ്ഞേ, ഇവിടെ എക്കോ വന്നു, എനിക്ക് സൗണ്ട് ക്ലിയർ ആയില്ല എന്നൊക്കെയുള്ള പ്രോബ്ലംസ് വരും. സോ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എങ്ങനെ സംസാരിക്കും എന്നായിരിക്കും നിങ്ങളുടെ ചിന്ത. ഓക്കെ, നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഒന്നും സംസാരിക്കണ്ട, ഞാൻ തന്നെ സംസാരിക്കാം. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ആഫ്റ്റർ മൈ ക്ലാസ് ഐ വിൽ ഗിവ് യു ലാസ്റ്റ് 10 minutes. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവസാനത്തെ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഞാൻ എന്റെ കാര്യം ഇപ്പൊ പറഞ്ഞ്, അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു ക്ലാസ്സിൽ ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്, ഇൻട്രൊഡക്ഷൻ എന്നാണ് അതിന്റെ പേര് അല്ലെ. ഒരു HRM-ന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇൻട്രോ ക്ലാസ്സിലാണ് നമ്മളിപ്പോ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്ലാസ്സിന്റെ അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നേരം ചോദിക്കാം. ഐ തിങ്ക് നിങ്ങൾക്ക് ഡൗട്ടുകളൊന്നും അന്നേരം കാണാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾക്കുള്ള ഡൗട്ട്സിന്റെ എന്താ പറയാ ഒരു സൊല്യൂഷൻസുമായിട്ടാണ് ഞാനിവിടെ ഇൻട്രോ ക്ലാസ്സിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല. സാധ്യതയില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാവുകയില്ല എന്നല്ല പറഞ്ഞ്. എന്തായാലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ചോദിക്കാനുള്ള സമയത്ത് ഞാൻ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, സൗണ്ട് ഒക്കെ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്ക് അന്നേരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ സൗണ്ടിന്റെ ഈ ഒരു ഡിസ്റ്റർബൻസ് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ മ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നത്. സോ ജസ്റ്റ് യു ഹാവ് ടു ലിസൺ. എന്താണ് ഇവിടെ ഇൻട്രോ ക്ലാസ്സിൽ നമ്മൾ പറയുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. കേട്ടതിന് ശേഷം അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ പേര് പറഞ്ഞു ഇതിന്റെ ഇടയിൽ പറഞ്ഞത് കേട്ടോ, പേര് കേട്ടോ. നിങ്ങളുടെ എന്താ പറയാ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഫ് യു ഹാവ് ടു കമന്റ് എനിത്തിങ്, എന്തെങ്കിലും കമന്റോ പറയാനോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയാ തമ്പൊക്കെ ഇട്ട് നമുക്ക് നിങ്ങളുടെ റെസ്പോൺസ് അറിയിച്ചുകൊണ്ടിരിക്കുക. അവിടെ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ കണ്ടോ എല്ലാവരും?
നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ഏത് സിസ്റ്റമാണോ അതിന്റെ അടിയിൽ അവിടെ ഉണ്ടായിരിക്കും അതിനുള്ള സൗകര്യം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാം, നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താം. അതല്ലെങ്കിലും കേട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനകത്ത് കൂടി ചോദിച്ചാലും ഞാൻ അതിന് മറുപടി ഈ ഒരു സെഷനിലൂടെ തന്നെ ക്ലിയർ ചെയ്തോളാം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതർവൈസ് കേട്ടോണ്ടിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കും നമുക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല മോസ്റ്റ്ലി ദ സ്റ്റുഡൻസ് ഈ കുറെ കുട്ടികളൊക്കെ ഈ ലൈവ് സെഷനിൽ ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവർക്ക് ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് അവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. റെക്കോർഡഡ് ക്ലാസ് കാണുമ്പോൾ ഇത്തരം സൗണ്ട് ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ അവരെ അഫക്ട് ചെയ്യും. നിങ്ങൾ ഒന്ന് റെക്കോർഡ് ക്ലാസ് എടുത്ത് കേട്ട് നോക്കിയാൽ നമ്മൾ മ്യൂട്ട് ചെയ്യാതെയാണ് എടുക്കുന്നതെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പേര് മറക്കണ്ട, ഒന്നുകൂടി പറയാം. നിഷ എന്നാണ് എന്റെ പേര്. സ്മാർട്ട് സ്പീഡ് കൺസൾട്ടൻസിയിൽ ഒരു ഫാക്കൽറ്റിയാണ്. അപ്പോ നിങ്ങൾക്ക് ഇൻട്രോ ക്ലാസ് എന്തിനെ കുറിച്ചാണ്? HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. കുറെ കുട്ടികളൊക്കെ ഇപ്പൊ ഈ ഒരു കോഴ്സ് ഇവിടെ നമ്മുടെ സ്മാർട്ട് സ്പീഡ് കൺസൾട്ടൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത്രയും എന്താ പറയാ പൈസ കുറച്ച്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയും നമ്മളതിനെ, പൈസ കുറച്ച് ഈ ഒരു കോഴ്സ് ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ ചില എന്താ പറയാ പരിഭവങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ ചില ഇമോഷൻസ്. എന്താണ് ഇത്രയും കുറച്ച് പൈസക്ക് ഇങ്ങനെ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? പുറത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ 40,000 ഒക്കെ രൂപയുണ്ടെന്ന് കേട്ടു, ഇല്ലേ? അങ്ങനെയൊക്കെ കേട്ടായിരുന്നോ നിങ്ങള്? ഈ കോഴ്സിന് പുറത്ത് ഓഫർ ചെയ്തിരിക്കുന്ന പൈസ എത്രയാണെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചോ? യെസ്, ആൻഡ് വാട്ട് വാസ് യുവർ ആൻസർ? എന്താണ് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയത്? അതിന്റെ അപ്പുറത്ത് ഒരു 0 കൂടിയൊക്കെ ചേർക്കേണ്ടി വന്നിരുന്നോ? എത്ര രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ ഓഫർ ചെയ്യുന്നതെന്നും അതിന്റെ അപ്പുറത്ത് വീണ്ടും ഒരു 0 ഒക്കെ ആഡ് ചെയ്യണം. 5,000 ആണെങ്കിൽ 50,000, 40,000, 45,000 ഒക്കെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഇത്രയും രൂപയൊക്കെ കൊടുത്ത് അവരൊക്കെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ പറയുന്ന സ്മാർട്സിന് എന്തുകൊണ്ട് ഇത്രയും രൂപയ്ക്ക് ഇത് കൊടുക്കുന്നേ? ഓക്കെ, 33K ഒക്കെ പറഞ്ഞു, 35,000 പറഞ്ഞെന്ന് കേട്ടവരുണ്ട്. അപ്പൊ അവരൊക്കെ ഇത്രയും രൂപ ഓഫർ ചെയ്യും, ഇത്രയും രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താ സ്മാർട്ട് ശ്രീയിൽ ഇത്രയും പൈസ കുറവ് എന്ന് വന്നപ്പോ തന്നെ ചോദ്യചിഹ്നം വന്നു, ഡൗട്ട് വന്നു. ഇതൊക്കെ ഇനി വേറെ പറ്റിക്കലാണോ, പറ്റിപ്പാണെന്ന് തോന്നുന്നത്, ഫേക്ക് ആണെന്ന് തോന്നുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ചവരുണ്ടായിരിക്കും. ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരാൾ പറയൂ സത്യസന്ധമായിട്ട്. ഞാൻ മനസ്സിൽ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല മിസ്സേ. എനിക്ക് അറിയാം നിങ്ങൾ വളരെ എന്താ പറയാ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് എനിക്ക് തോന്നി എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയാം. യെസ്, നോബഡി. കാരണം എന്താ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ഇന്ന സ്ഥലത്ത് ഇത്ര രൂപ, അവർ ഇത്രയും രൂപയ്ക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നു? അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മള് എല്ലാവരും അങ്ങനെയാണ്, മനുഷ്യന്മാരുടെ രീതി അങ്ങനെയാണ് അല്ലെ? അപ്പൊ ഇത്രയും രൂപ കുറച്ച് കൊടുക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഉള്ളിൽ സംശയമായിരിക്കും, ഇത് ഫേക്ക് ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യമേ തന്നെ അത് പറയട്ടെ, ഇതൊരു ഫേക്കും അല്ല. നമ്മള് എന്താ പറയാ നമ്മളുടേതായ രീതിയിൽ ശരിയായ രീതിയിലുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കോഴ്സിൽ ഉൾപ്പെടുന്ന എല്ലാ സബ്ജക്റ്റും പറ്റി കേട്ടപ്പോ വിശ്വാസം വന്നു. ഓക്കെ സൂര്യ, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. പറഞ്ഞതിലൊന്നും യാതൊരു തെറ്റുകളും ഉണ്ടാവില്ല. നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ ഫീസിന് അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡ്യൂറേഷനിൽ ഷോർട്ട് പീരീഡ് ആണ്, നമുക്കറിയാം 5 months കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഷോർട്ട് പീരീഡിൽ നമ്മുടെ സിലബസ് മുഴുവനും പഠിപ്പിച്ച് തീർത്ത് കൃത്യമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുള്ളൂ. പിരിഞ്ഞു പോകുമ്പോൾ ഓക്കെ തട്ടിപ്പാണെന്ന് തോന്നി ആദ്യം. ഓക്കെ, ജയദേവ് പറയുന്നു തട്ടിപ്പാണെന്ന് തോന്നി. ഓക്കെ, അതെ, തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും മനസ്സിലെത്തും. നിങ്ങൾ മാത്രമല്ല, അത് മനുഷ്യ സഹജമാണ് അല്ലെ, ഹ്യൂമൻ നേച്ചറാണ്. വിശ്വാസമില്ലാത്ത ഒരു പരസ്പര വിശ്വാസമില്ലാത്തൊരു ലോകത്ത് ജീവിക്കുന്ന നമ്മളാണ് അല്ലെ. വിശ്വാസമാണ് എല്ലാം, പക്ഷെ അത് വിശ്വസിക്കാൻ സാധ്യതയില്ലാത്തൊരു സമൂഹത്തിലും ലോകത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഒബിയസ്ലി നമുക്കറിയാം അത് എല്ലാവരുടെയും മനസ്സിൽ തോന്നിയ കാര്യമാണ്.
സോ ആഫ്റ്റർ ദിസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങളുടെ ആ ഒരു ചിന്താഗതികൾ മാറ്റിയെടുക്കുക. അങ്ങനെയൊന്നല്ല പറഞ്ഞതോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതോ കേട്ടതോ അതൊക്കെ വേറെയാണ്, അല്ലെങ്കിൽ ഇത്രയും ചെറിയ ഫീൽഡ് വെറുതെ ആയിരിക്കും പറ്റിപ്പാണെന്നൊക്കെ ആരെങ്കിലും ഒക്കെ നമുക്ക് എന്താ പറയാ ഇങ്ങനെ നമ്മളെ മാറ്റാനായിട്ടോ അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ വെറുതെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പൊ നമ്മളിവിടെ പഠിക്കാൻ അല്ല ഇപ്പൊ കേൾക്കാൻ വന്നിരിക്കുന്നത് ഇൻട്രോ ക്ലാസ് ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഈ ഹ്യൂമൻ റിസോഴ്സ്, what do you mean by human resource? Human resource means the manpower working in an organization. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ് സംരംഭത്തിലും നമുക്കറിയാം വി ആർ ലിവിങ് ഇൻ എ ബിസിനസ് ഓറിയന്റഡ് വേൾഡ് അല്ലെ. കൊമേഴ്സ് പഠിച്ചവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും ഇതിനകത്ത് ചേർന്നിരിക്കുന്നവര്. അപ്പൊ ഓക്കെ അപ്പൊ കൊമേഴ്സ് പഠിച്ചവർക്കൊക്കെ അത് എളുപ്പം മനസ്സിലാകും. കാരണം നമ്മളിപ്പോ ഒരു ബിസിനസ് ഓറിയന്റഡ് വേൾഡിലാണ് ജീവിക്കുന്നത്. എന്താ ബിസിനസ് ഓറിയന്റഡ് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ ബിസിനസ് കൊണ്ട് തട്ടിയും മുട്ടിയും നടത്താൻ പാടില്ല. ടെക്സ്റ്റൈൽ ബിസിനസ്, ഫർണിച്ചർ ബിസിനസ്, ഷൂ മാർട്ടുകള് അല്ലെ, സോഫ്റ്റ്വെയർ ബിസിനസ്സുകൾ ഇഷ്ടം പോലെ, എഡ്യൂക്കേഷൻ തന്നെ ബിസിനസ് ആക്കി മാറ്റിയിരിക്കുന്നു അല്ലെ. അപ്പൊ ഇതെല്ലാം ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ കോമ്പറ്റിറ്റീവ് വേൾഡ്. ഈ ബിസിനസ് സംരംഭങ്ങൾ തന്നെ പലതരത്തിലുള്ള മത്സരങ്ങളൊക്കെ ഉണ്ട്. ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ ബിസിനസ്, ഈ ബിസിനസ്സുകൾ തമ്മിൽ ഇതുപോലെയുള്ള പരസ്പര മത്സരങ്ങളും അതുപോലെ തന്നെ ബിസിനസിന്റെ ഓരോ ആവശ്യങ്ങളുടെ വർധനവും ഇങ്ങനെ ഇതെല്ലാം കൂടി വന്നപ്പോ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് ആളുകൾക്ക് മനസ്സിലായി ബിസിനസിനെ മാനേജ് ചെയ്യുക, ബിസിനസിനെ മാനേജ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ബിസിനസിന്റെ പല കമ്പോണന്റുകളെയും മാനേജ് ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നി. നമുക്കറിയാം വളരെ കുറെ ബിസിനസ് എന്ന് പറയുന്ന കാര്യമൊക്കെ തുടങ്ങിയതൊക്കെ ഒരുപാട് കാലങ്ങൾ മനുഷ്യൻ കച്ചവടം എന്നുള്ളത് തുടങ്ങിയപ്പോ എന്ന് വെച്ചാൽ എന്താ, മനുഷ്യന്റെ കയ്യിലുള്ള അധിക വിഭവങ്ങളെ, അധിക റിസോഴ്സസിനെ വിറ്റ് മറ്റുള്ളവർക്ക് വിറ്റ് അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാം എന്നുള്ള ആശയം മനുഷ്യന്റെ മനസ്സിൽ എന്ന് ഉദിച്ചുവോ അന്ന് മുതൽ ബിസിനസ് ഉണ്ട്. ഇത്രയും എന്താ പറയാ ഭയങ്കര വലിയ ബിസിനസ് അല്ല എന്ന് മാത്രം അല്ല, ചെറിയ തോതില് എല്ലാവരും ബിസിനസ് ചെയ്തു തുടങ്ങിയിരുന്നു. പക്ഷെ ഇന്ന് അത് ഒരുപാട് ഡെവലപ്ഡ് ആണ്. ഒരുപാട് എല്ലാത്തിലും ബിസിനസ് മൈൻഡ് കാണുന്ന ആളുകളാണ്. ഇപ്പൊ ഒരു സാധനം ഞാൻ വാങ്ങിക്കുന്നു, പിറ്റേ ദിവസം അതെനിക്ക് വേണ്ട, ഞാനത് വിൽക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഞാൻ അതിൽ നിന്ന് എന്താ പറയാ എന്റേതായ ഒരു ലാഭം കണ്ടെത്തിയാണ് ഞാൻ അത് വിൽക്കാൻ ശ്രമിക്കുന്നത്. അതിനാണല്ലോ ബിസിനസ് വിളിക്കുക. അപ്പൊ ചെറുതും വലുതുമായ ഒരുപാട് ബിസിനസ്സുകൾ ഇന്ന് കൂണ് പോലെ പല സ്ഥലങ്ങളിലും പൊളച്ചു പോകുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഈ ബിസിനസിന്റെ ഇത്രയും വളർച്ച, വികസനം അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള നേച്ചർ, ഇതെല്ലാമാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്റെ ആ ഒരു ഇതിലേക്ക് വന്നത്. അത്തരം ആശയങ്ങളിലേക്ക് ആളുകൾ വന്നതും ഈ പറയുന്ന ഒരു കോഴ്സ് ഇത്ര ഒരു ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സായി മാറിയതും അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ സാധ്യതകളും മറ്റു കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാണ്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോ നമുക്കറിയാം an organization have different goals. ഏത് ബിസിനസ് സംരംഭം എടുത്താലും അവർക്ക് ഓരോ പലതരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ഏത് ബിസിനസ് സംരംഭത്തിന്റെയും ലക്ഷ്യം എന്താ? മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. അത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യമാണ് അല്ലെ. ഒരു ബിസിനസ് ചെയ്യുന്നവന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അതിൽ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. ഏറ്റവും നല്ല ലാഭം ഉണ്ടാക്കുക. ഇവര് നേടുന്നതിനേക്കാൾ എന്റെ ബിസിനസ് വളരണം, എനിക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കണം, മറ്റുള്ള ബിസിനസ്സുകാരുടെ മുമ്പില്, മറ്റ് ആളുകളുടെ മുമ്പില്, പബ്ലിക്കിന്റെ മുമ്പില് എന്റെ ഓർഗനൈസേഷന് നല്ല ഗുഡ് വിൽ ഉണ്ടാകണം അല്ലെ, നല്ല സൽപ്പേര് ഉണ്ടാകണം. കേൾക്കുമ്പോ തന്നെ ആ പേര് കേൾക്കുമ്പോ അങ്ങോട്ട് ആളുകള് അപ്പൊ തന്നെ ആളുകൾക്ക് മനസ്സിലാകണം അത് ഇന്നതാണ്, ഇന്ന ബിസിനസ് സംരംഭമാണ് എന്ന് കേൾക്കണം. ലുലു എന്ന് പറയുന്ന ബിസിനസ് ഓർഗനൈസേഷൻ കേൾക്കുമ്പോ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വന്നു അല്ലെ, സച്ച് എ ബിഗ് ഓർഗനൈസേഷൻ അല്ലെ, വലിയൊരു ഓർഗനൈസേഷൻ ആണ്, ഒരുപാട് എംപ്ലോയീസ് ഒക്കെ ജോലി ചെയ്യുന്നുണ്ട് അല്ലെ, എന്ത് ഒരു സാധനവും നമുക്ക് അതിന്റെ ഒരൊറ്റ റൂഫിന്റെ കീഴിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോരാ. ഓക്കെ, അപ്പൊ ഇതൊക്കെ അത് കേൾക്കുമ്പോ അയ്യോ അത് എന്താ ലുലു എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? കാരണം ഇതെല്ലാം ആളുകളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു, ലുലു എന്ന് പറയുന്ന ആ ബിഗ് ഓർഗനൈസേഷൻ. അതുപോലെ കേൾക്കുമ്പോ തന്നെ ആളുകളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യണം, അത് ഇന്നതാണ് ആ ബിസിനസ് സംരംഭം എന്ന്. അപ്പൊ എല്ലാ ബിസിനസ്സുകാരും ഇതാണ് ആഗ്രഹിക്കുന്നത്. So for their achievement of their goals,
ബിസിനസ് ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് എന്താണ് പറയാ, ദേ ഹാവ് സം റൂൾസ് റെഗുലേഷൻസ്. ബിസിനസ്സുകാർ അവരുടേതായ ചില റൂൾസും റെഗുലേഷൻസും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ദ ബിസിനസ് ഹാവ് സം കമ്പോണൻസ്, ഇമ്പോർട്ടന്റ് കമ്പോണൻസ്. ഏത് ബിസിനസ് സംരംഭം എടുത്താലും അതിന് ചില പ്രധാനപ്പെട്ട ചില കമ്പോണന്റുകൾ, ചില ഘടകങ്ങൾ കൂടിയതിൽ ഏത് ബിസിനസ്സും തുടങ്ങാൻ നമുക്ക് വേണ്ട ചില പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഒന്ന് മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 കമ്പോണൻസ് വിച്ച് ഇസ് ടേംഡ് ആസ് 4 M's. 4 എമ്മുകളാണ്. M അപ്പോസ്ട്രോഫി S ആണ്, M's ആണ്, 4 എമ്മുകളാണ്. വിചാരത്തെ ഏതൊക്കെയാണ്? മണി, കാശ് വേണ്ടേ ബിസിനസ് തുടങ്ങിനേ? കാശില്ലാണ്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. ഒരു ബിസിനസ് തുടങ്ങാൻ മനുഷ്യന്റെ കയ്യിൽ കാശ് വേണം. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കാശില്ല, നത്തിങ് വിൽ ബി പോസിബിൾ. കാശില്ല എന്ന് പറഞ്ഞിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം മാത്രം വെച്ചാൽ ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. മണി ഈസ് വെരി നെസസറി. മെറ്റീരിയൽ, ആ ബിസിനസ് തുടങ്ങാൻ വേണ്ട മെറ്റീരിയൽസ് വേണം, റൈറ്റ്? ആൻഡ് മെഷീനറി വേണം. ബിസിനസ്സിനകത്ത് സ്ഥാപിക്കേണ്ട, ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുള്ള പലതരത്തിലുള്ള മെഷീൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം വേണം. ആൻഡ് പ്ലസ് പിന്നെന്ത് വേണം? മെൻ. ഈ ബിസിനസ്സിൽ നമ്മൾക്ക് പലതരത്തിലുള്ള ജോലികൾ ചെയ്യിപ്പിക്കാൻ, മെഷീനറീസ് പ്രവർത്തിക്കാനായിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലികൾ ചെയ്യാനായിക്കോട്ടെ, വി നീഡ് മെൻ, ആളുകൾ വേണം. ഈ മെന്നാണ് ഈ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ്. ഈ 4 ഘടകങ്ങൾ പറഞ്ഞില്ലേ, 4 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 4 കമ്പോണൻസ് ഞാൻ പറഞ്ഞോ. ഒരു ഓർഗനൈസേഷൻ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട 4 കമ്പോണൻസിൽ മണി, മെറ്റീരിയൽ, മെഷീനറി, മെൻ എന്ന് പറഞ്ഞു. ഈ 4 കമ്പോണൻസിലെ 4ാമത്തെ M ആയ മെന്നിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് എനി ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് men or human resource or manpower. അപ്പൊ നമുക്ക് പറയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നടത്തുമ്പോ അല്ലെങ്കിൽ തുടങ്ങുമ്പോ നമുക്ക് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് അതിനകത്തെ മെൻ ആണ്. ആ മെന്നിനെയാണ് നമ്മൾ ഇവിടെ, മെൻ പ്ലൂറൽ ഫോം ആണ് കേട്ടോ, മാനിന്റെ പ്ലൂറൽ ഫോം ആണ് മെൻ. അവിടെ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, നോ ഡിഫറൻസിയേഷൻ. അതുകൊണ്ട് അതിനെ നമ്മൾ മെൻ എന്ന് വിളിക്കുന്നു. ആ മെൻ ആണ് ഹ്യൂമൻ റിസോഴ്സ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനെയും, എല്ലാ വെദർ ടോപ്പ് ലെവൽ തുടങ്ങി ഏറ്റവും ബോട്ടം ലെവൽ വരെയുള്ള ബിസിനസ് ഓർഗനൈസേഷനിൽ അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ റാങ്കിങ് അനുസരിച്ച് പല തട്ടുകളുണ്ട്. ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഡയറക്ടേഴ്സ്, മാനേജ്മെന്റ്, പിന്നെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സബോർഡിനേറ്റ്സ്, അതിന്റെ താഴെയുള്ള ഓഫീസേഴ്സ്, അതിന്റെ താഴെയുള്ള പ്യൂൺസ്, ക്ലർക്ക്, അതിന്റെ താഴെയുള്ള വർക്കേഴ്സ്, എല്ലാവർക്കും കൂടി കളക്റ്റീവ്ലി എല്ലാവരെയും കൂടി ഒരുമിച്ച് ഒറ്റ വേർഡ് നമ്മൾ പറയുകയാണ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക, എവിടെയുള്ള ബിസിനസ് സംരംഭങ്ങളിലെ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്ന ആ ഒരു കോഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, എന്തിനാണാവോ ഈ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്നത്? അവർക്ക് മനുഷ്യരല്ലേ, മനുഷ്യരെ ഇങ്ങനെ മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ഈ ഒരു സിസ്റ്റം എന്റെ കൺട്രോളിലാണ്, ഞാൻ മാനേജ് ചെയ്യണം ഇതിനെ, അല്ലെ? ഞാൻ നിങ്ങളെ മാനേജ് ചെയ്യുന്നതിന്റെ ഒരു പടി എന്നതുപോലെ എല്ലാവരെയും മ്യൂട്ട് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇടയ്ക്ക് എന്തെങ്കിലും സംസാരിക്കും. ചിലപ്പോൾ ആരെങ്കിലും എന്താ പറയാ അറിയാതെ ഈ സൗണ്ട് ഓഫ് ആക്കാൻ വിട്ടുപോയി, അങ്ങനെ ഓൺ ആക്കിയിരിക്കുകയാണെങ്കിൽ ഞാൻ ഈ സൗണ്ട് ഓൺ ചെയ്താൽ പെട്ടെന്ന് അതിനകത്തുനിന്ന് ആ സൗണ്ട് ഓൺ ചെയ്തിരിക്കുന്ന ഭാഗത്ത് നിന്ന് സൗണ്ട് വരും. അപ്പൊ ഡിസ്റ്റർബൻസ് ആവും. അപ്പൊ നമ്മൾ ഈ പറയുന്നത് വ്യക്തമാകില്ല. നിങ്ങൾ പറയും, അപ്പൊ തന്നെ അവിടെ കമന്റ് വരും, ടീച്ചറെ ക്ലിയർ ആകുന്നില്ല, സൗണ്ട് ബ്രേക്ക് ആകുന്നു, എക്കോ വരുന്നു എന്നുള്ള കമന്റുകൾ അന്നേരം അവിടെ വരും, അല്ലെ? പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അതിനെ കൺട്രോൾ ചെയ്തു, മാനേജ് ചെയ്തു. ഞാൻ ഓൾ മ്യൂട്ട് കൊടുത്ത് നിങ്ങളെ അവിടെ മിണ്ടാതിരുത്തിയിരിക്കുകയാണ്. അപ്പൊ എന്റെ കൺട്രോളിലാണ് ഈ ഒരു മെഷീൻ ഇപ്പോ, അല്ലെ? എനിക്ക് എന്ത് ചെയ്യാം? സൗണ്ട് ഓഫ് ചെയ്യാം. എനിക്കിപ്പോ പറ്റൂല എന്ന് വെച്ചാൽ ഞാൻ ഇത് നിർത്താം, എല്ലാം ചെയ്യാം. ഇങ്ങനെയുള്ള ഇത്തരം മെഷീൻസിനെയും മെറ്റീരിയൽസിനെയും മറ്റു പലതിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മനുഷ്യന്മാരെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മനുഷ്യന്റേതായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് സംശയം വരും. അത് കൺട്രോൾ ചെയ്യേണ്ട നെസസിറ്റി അത് അത്ര റെലവന്റ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കും. Obviously, it's very necessary to manage each and every human being, those who are working in an organization. തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനെയും മാനേജ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പോലെയുള്ള ഈ ഒരു കോഴ്സിന് ഇത്രയധികം പ്രാധാന്യം അടുത്ത കാലഘട്ടം മുതൽ ഉണ്ടായത്.
വൈ? അപ്പൊ അതിന് മുമ്പുള്ള മനുഷ്യന്മാരുടെ നേച്ചർ അല്ലെങ്കിൽ മനുഷ്യന്മാരെ കൺട്രോളബിൾ ആയിരുന്നു. ഇപ്പൊ അടുത്ത കാലഘട്ടങ്ങളിൽ തുടങ്ങിയാണോ മനുഷ്യൻ കൺട്രോൾ ചെയ്യപ്പെടാത്ത ഇതായിട്ട് മാറിയത് എന്ന് നമുക്ക് സംശയം വരാം. പക്ഷേ അന്ന് ഇത്രയധികം പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യണം, അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനെയും വർക്കേഴ്സിനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ള അത്രയും ആശയവും അന്നത്തെ ആളുകളുടെ മനസ്സിൽ ഉദിച്ചില്ല. ബിക്കോസ് എന്താ കാരണം, ഇത്രയധികം എന്താ പറയാ അങ്ങനെയുള്ള കാര്യങ്ങള് മനുഷ്യരിൽ നിന്നും എന്താ പറയാ ഈ അവർ പുറത്തെടുത്തില്ല. അല്ലെങ്കിൽ അത്രയും അവിടുത്തെ മാനേജ്മെന്റിനെ അനുസരിക്കുക, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക, അതൊക്കെ അനുസരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അത്രയധികം ഈ പറയുന്ന കോഴ്സിനൊന്നും അത്ര ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് ബിസിനസ് വളരെയധികം വളരാൻ തുടങ്ങിയപ്പോ ബിസിനസ്സുകാർ തമ്മിലുള്ള മത്സര പോരാട്ടത്തിന് എന്താ പറയാ മനുഷ്യന്മാരെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നമുക്ക് പല നേട്ടങ്ങളും വിജയങ്ങളും എടുക്കാമെന്ന് എന്താ പറയാ പല ബിസിനസ് ആളുകളും ചിന്തിച്ചു പ്രവർത്തിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് ഇത്രയധികം പ്രാധാന്യം വരാൻ തുടങ്ങിയത്. ഇനി മനുഷ്യന്മാരെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും? Can you say all the nature of all men are equal? എല്ലാ മനുഷ്യന്മാരുടെയും സ്വഭാവം, ക്യാരക്ടേഴ്സ്, നേച്ചർ ഒക്കെ ഒരുപോലെയാണോ? എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെയാണോ? അല്ലെ? നോക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വീടുകളിൽ ആകെ എത്ര പേരുണ്ടാവും അംഗങ്ങള്, മെമ്പേഴ്സ്? 4, 5, 6, 7 ഇത്ര അംഗങ്ങളൊക്കെ മാക്സിമം ഒക്കെ ഉള്ളു ഒരു വീട്ടില്, അല്ലെ? ഇന്നത്തെ കാലത്ത്. പണ്ടൊക്കെ ജോയിന്റ് ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു. 10, 25, 30 പേരൊക്കെ ഒരു വീട്ടില് താമസിച്ചിരുന്നു, ജീവിച്ചിരുന്നു. അവരൊക്കെ ഭയങ്കര സൗഹൃദപരമായിട്ട് വളരെ സന്തോഷത്തോടെ വളരെ സംതൃപ്തിയോടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, കൂട്ടുകുടുംബമൊക്കെ, ജോയിന്റ് ഫാമിലി ഒക്കെ ചിലയിടത്തൊക്കെ ഇപ്പോഴും ഉണ്ട് അത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു പുറത്തുനിന്ന് ഏതെങ്കിലും ഒരാൾ അകത്തേക്ക് പിന്നീട് കുറെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവിടെ ചില തരത്തിലുള്ള പൊട്ടലും ചീറ്റലൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, എന്താ പറയാ പിരിയും. എന്ന് വെച്ചാൽ വേറെ വീടൊക്കെ വെച്ച് അങ്ങോട്ടേക്കൊക്കെ മാറും. അവിടെ തന്നെ നമുക്കറിയാം അവിടെയുള്ള മനുഷ്യന്മാരുടെ ആ ഒരു സ്വഭാവ രീതികൾ, അച്ഛൻ, അമ്മ, മക്കളൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ സാമ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവര് തമ്മിൽ ഒത്തൊരുമിച്ച് പോകുമ്പോൾ പുറത്തുനിന്നും മറ്റൊരാൾ വരുമ്പോൾ വേറൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, വേറൊരു സ്വഭാവ രീതിയുമായിട്ട് വരുന്നു. അപ്പൊ ചേട്ടൻ ഇവിടെ ഇതുമായിട്ട് മിങ്കിളാകാൻ പറ്റില്ല. അപ്പൊ അവിടെ മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു വീട്ടിൽ പറ്റുന്നില്ല. ഐഡിയലി how can we manage an human resources in an organization, those who are coming from different family backgrounds with different characteristics, with different nature? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എല്ലാവരും ഒരു വീട്ടിൽ നിന്ന് വന്നവരാണോ? ഫോർ എക്സാമ്പിൾ, ഒരു ഹോസ്പിറ്റലൊന്നും നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യാം. ഒരു ആശുപത്രിയിൽ ഒരുപാട് നഴ്സുമാര് ജോലിക്ക് വരുന്നുണ്ട്, ഡോക്ടേഴ്സ് വരുന്നുണ്ട്, പല ഡിപ്പാർട്ട്മെന്റുകളിലും ജോലി ചെയ്യുന്ന പല ജോലിക്കാർ വരുന്നുണ്ട്. ക്ലീനിങ് സെക്ഷനിലായിക്കോട്ടെ, ക്യാൻറ്റീനിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല വീടുകളിൽ നിന്നും പല സ്വഭാവങ്ങളുമായിട്ട് പലരുമാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ എന്ന് പറയുന്ന വലിയ റൂഫിന്റെ താഴെ വന്ന് ജോലി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഒരേ നേച്ചർ അല്ല. സ്വഭാവ രീതികളിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്, അല്ലെ? ഈ സ്വഭാവമൊക്കെ നമ്മൾ എവിടുന്ന പഠിക്കണേ? നമ്മളുടെ നേച്ചർ ഫോർമേഷൻ, ക്യാരക്ടർ ഫോർമേഷൻ എവിടുന്ന? ഒന്ന് നമ്മളുടെ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് ആണ്. എന്ന് വെച്ചാൽ എന്താ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ? എന്താ? നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു സ്വഭാവം, അല്ലെ? പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വഭാവം. പറയാറില്ലേ കൊച്ചുങ്ങളെയൊക്കെ, അമ്മയുടെ സ്വഭാവമാണ്, അവൾക്ക് അച്ഛന്റെ സ്വഭാവമാണ്, അല്ലെ? ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ബന്ധപ്പെടുത്തി പറയും. അപ്പൊ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസിൽ നിന്ന് നമ്മൾ നമ്മളുടെ സ്വഭാവം രൂപീകരിക്കുന്നുണ്ട്. നമ്മുടെ ബിഹേവിയർ, നേച്ചർ, സ്വഭാവ രൂപീകരണത്തിന് ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി പിന്നെ എവിടെ പഠിക്കുക? പിന്നെ നമ്മുടെ സോഷ്യൽ, സമൂഹത്തിൽ നിന്ന് പഠിക്കും നമ്മള്, അല്ലെ? നമ്മൾ ഏത് സമൂഹവുമായിട്ടാണ് കൂടുതൽ നമ്മൾ ഇന്റർഫിയർ ചെയ്യുന്നത്, ഇടപെടുന്നത്, അവിടെ നിന്ന് നമുക്ക് കിട്ടും. നമ്മളുടെ കൂട്ടുകാരിൽ നിന്നായിരിക്കാം, മറ്റ് ആരെങ്കിലും നിന്നായിരിക്കാം. പിന്നെ നമുക്ക് എവിടെന്നാ കിട്ടുക? ഇന്ററാക്ഷൻ വിത്ത് ദ എൻവയോൺമെന്റ്, നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവിടെ നിന്നും കിട്ടും നമുക്ക് നമ്മളുടെ സ്വഭാവ രൂപീകരണത്തിനുള്ള പല കാര്യങ്ങളും. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന 3 മേഖലകളിൽ നിന്നും നമ്മൾ സമാഹരിക്കുന്ന ആ ഒരു നേച്ചർ, ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് നമ്മളില് പ്രതിഫലിച്ച് കാണും. വേറെ നമ്മൾ എവിടെയൊക്കെ ആയിരുന്നാലും അത് ഈ പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരും. നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ കാര്യങ്ങള്, അച്ഛനമ്മയിൽ നിന്ന് നമുക്ക് കിട്ടിയ സ്വഭാവ രീതികള്, നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മുടെ സോഷ്യൽ ഇന്റർഫിയറൻസിൽ നിന്ന് ഒക്കെ കിട്ടുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ
അവിടെ നമ്മളിങ്ങനെ സ്വാംശീകരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അത് എവിടെയെങ്കിലൊക്കെ നമ്മൾ പ്രകടമാക്കും. അപ്പോ ഇതുപോലെ ഈ പറയുന്ന ചുറ്റുപാടിൽ നിന്നെല്ലാം കിട്ടുന്ന ഈ ഒരു നേച്ചർ നമ്മളിലുണ്ട്. അങ്ങനെയുള്ള വ്യത്യസ്ത സ്വഭാവ രീതികളുമായിട്ട് നമ്മളൊരു റൂഫിന്റെ കീഴിൽ ജോലി ചെയ്യാൻ, ഒരു ഹോസ്പിറ്റലിൽ ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ, അല്ലെങ്കിൽ ലുലു പോലെയുള്ള വലിയ ഒരു സംരംഭമാണ്, അവിടെ ജോലി ചെയ്യാൻ പലരും വരും. അപ്പൊ നമ്മൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളുടേതായ പല സ്വഭാവ രീതികളും ചിലപ്പോഴൊക്കെ പുറത്തെടുക്കും. പക്ഷേ ഒരു ഓർഗനൈസേഷനിൽ വെൻ വി ആർ വർക്കിംഗ്, വി ഹാവ് ടു കൺട്രോൾ, മാനേജ് ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ്. അവിടെയുള്ള ഓരോ എംപ്ലോയീസിനെയും കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് ഈ ഡിഫറൻറ്റ് സ്വഭാവ രീതികളുള്ളവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക വളരെ അത്യാവശ്യമാണ്. കാരണം അവരെ നല്ല രീതിയിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യിപ്പിച്ച് അവരുടെ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ, അവരെ ഓരോ പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത് മുതൽ അവിടെ നിന്ന് ഏതെങ്കിലുമൊക്കെ എംപ്ലോയീസ് റിട്ടയർ ചെയ്ത് പോകുന്നത് വരെയുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ പറയുന്ന ഡൈനമിക് നേച്ചറുള്ള മനുഷ്യന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? മനുഷ്യന്മാരുടെ സ്വഭാവം ഡൈനമിക് നേച്ചർ. എന്താ ഡൈനമിക് എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. കാലത്ത് കൂടെ ആയിരിക്കില്ല ഉച്ചയാകുമ്പോഴേക്കും, വൈകുന്നേരം ആകുമ്പോഴേക്കും ചിലപ്പോ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ വീട്ടിൽ പോന്നപ്പോ വളരെ സന്തോഷത്തോടെ പോകുന്നതാണ്, പക്ഷെ ഇവിടെ ഓഫീസിലെത്തി അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കയറിയപ്പോ നമ്മുടെ മൂഡ് മാറി. ചിലപ്പോൾ നമുക്ക് സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയിൽ പോകാം, ദേഷ്യം തോന്നുന്ന അവസ്ഥയിൽ പോകാം, അല്ലെ? അങ്ങനെയുള്ള ഈ ഡൈനമിക് നേച്ചറുള്ള ഹ്യൂമൻ ബീങ്സിനെ മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവരെയും ഒരേ രീതിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ച് അവിടെ ജോലി ചെയ്യിപ്പിക്കണം. എന്നാലാണ് അവരിൽ നിന്ന് നല്ല പെർഫോമൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരുപാട് ടീച്ചേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്, ടെക്നിക്കൽ ടീം ഉണ്ട്, PROs ഉണ്ട്. അപ്പൊ ടീച്ചേഴ്സ്, എനിക്കിപ്പോ ഒരു സ്വഭാവമായിരിക്കാം, സോ ഐ കാണ്ട് എന്താ പറയാ റിഫ്ലക്ട് മൈ ഓൺ നേച്ചർ. ഇവിടെ ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള ഒരു സ്വഭാവ രീതി എനിക്കിവിടെ പുറത്തെടുക്കാൻ പറ്റില്ല. ഇവിടെ ഹൗ ടു പെർഫോം, എങ്ങനെ ഇവിടെ ഞാൻ ജോലി ചെയ്യണം, ഇവിടെ എന്റെ ഏത് രീതിയിലുള്ള നേച്ചറാണ് ഞാൻ പ്രകടമാക്കേണ്ടത്, ഇതെല്ലാം ഓരോ എംപ്ലോയീസിനെയും അതുപോലെ തന്നെ എന്താ പറയാ പുറത്തിണക്കി അവരെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരെയും മാനേജ് ചെയ്യാനുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ എന്താകണം, ആയിത്തീരണം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ ആൻഡ് യു ബിക്കം ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ്. ആരായി തീരും? ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാരായി. ഈ എംപ്ലോയീസിനെ എല്ലാം മാനേജ് ചെയ്യേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതിന് ഈ പറയുന്ന മനുഷ്യന്മാർക്കെല്ലാം ഡിഫറെന്റ് സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കണം. അവരെല്ലാം കൃത്യമായി മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നതെന്ന് നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മളെപ്പോഴും അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു കോഴ്സ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും. നമുക്കറിയാം പണ്ടൊക്കെ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇത് മാനേജ് ചെയ്യേണ്ടതിന്റെ നെസസിറ്റി കൂടി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കോഴ്സ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും. അതുപോലെ ആ കോഴ്സ് പഠിപ്പിച്ചെടുത്ത്, അതല്ലാതെ ഈ ഇന്നൊരു ഗ്രൂപ്പ്, ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികളെ സ്കൂൾ ലീഡറായിട്ട് അല്ലെങ്കിൽ ക്ലാസ് ലീഡറായിട്ടൊക്കെ നമ്മൾ ഇലക്ട് ചെയ്തെടുക്കും. എന്ന് വെച്ചാൽ ബാക്കിയുള്ള കുട്ടികളെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അവിടെ നമ്മളൊരു കോഴ്സ് ഒന്നും പഠിക്കുന്നില്ല അതിന് വേണ്ടിയിട്ട്. കാരണം അതെങ്ങനെയാണ് കുട്ടികൾ അധികം ക്ലാസ്സിലൊക്കെ ഓടിക്കളിക്കാതെ, അതൊക്കെ ആക്സിഡന്റുകൾ ഒഴിവാക്കാനാണ്. കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ബെഞ്ചിന്റെ ഡെസ്കിലൊക്കെ ഇടയിൽ വീണു കൈയും കാലും പൊട്ടുക, ഓടിയുക, ഇതൊക്കെ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ അങ്ങനെ വേണ്ടിയിട്ട് ഒരു നിയന്ത്രണം, കുട്ടികളെ വെറുതെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ പേരെഴുതുന്ന സിസ്റ്റം ഒക്കെ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് അതൊക്കെ ഇതിനൊരു കോഴ്സൊന്നും പഠിച്ചിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ബിസിനസ് ഓർഗനൈസേഷനിൽ ഈ പറയുന്ന ആളുകളെയൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ ഒരു സ്കിൽഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ വൈദഗ്ധ്യം നേടിയ കുറച്ച് പ്രൊഫഷണൽസിനെ, ജോലിക്കാരെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി. കാരണം വെറുതെ അങ്ങോട്ട് ചെന്നിട്ട് അവരെയൊക്കെ ഒന്ന് മാനേജ് ചെയ്തോ എന്ന് പറയുന്നതിനേക്കാൾ അതെല്ലാം കൃത്യമായി പഠിച്ച് ഒരു കോഴ്സായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത നല്ല സ്കിൽഡ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകാരെ അല്ലെങ്കിൽ മാനേജേഴ്സിനെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇത്തരം ഒരു കോഴ്സ് തന്നെ ഉടലെടുത്തതും അതുപോലെ നമ്മളെല്ലാവരും ഇത് പഠിക്കുന്നത്. കാരണം അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ അധികമാണ് ഓരോ ഓർഗനൈസേഷനും. ബാക്കി മണി നമുക്ക് മാനേജ് ചെയ്യാം,
കാശിനെ മാനേജ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. നമുക്ക് എവിടെന്നെങ്കിലും ലോൺ കിട്ടാനുണ്ടോ, നമുക്ക് ഏത് രീതിയിൽ നമുക്ക് മണി സമ്പാദിക്കാം എന്നുള്ളത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമില്ല. ബിസിനസ്സുകാർക്ക് മാനേജബിൾ ആണ് മണി എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് നമുക്ക് മാനേജ് ചെയ്യാം. നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ എവിടെയാണോ മെറ്റീരിയൽസ് അവൈലബിൾ വി ക്യാൻ പർച്ചേസ് ഇറ്റ്, നമുക്ക് പോയി വാങ്ങിക്കാം. മെഷീൻസ് ഞാൻ നേരത്തെ പറഞ്ഞു കൺട്രോളബിൾ ആണ്. മനുഷ്യന്മാരുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന കൺട്രോളിങ്ങിന് കുറച്ച് ഡിഫിക്കൽറ്റി അനുഭവപ്പെടുന്നത് ഹ്യൂമൻ റിസോഴ്സുകൾക്കാണ്, ബിക്കോസ് ഓഫ് ദെയർ ഡൈനമിക് നേച്ചർ. കാരണം അവരുടെ ആ ഡൈനമിക് നേച്ചർ തന്നെയാണ്. വ്യത്യസ്ത സ്വഭാവ രീതികളുള്ള മനുഷ്യരായതുകൊണ്ടാണ്. എല്ലാവർക്കും ഒരേ സ്വഭാവമാണെങ്കിൽ ഈ പറയുന്ന കോഴ്സിന് പ്രാധാന്യമില്ല. ബിക്കോസ് എല്ലാവരും ഈക്വൽ ആയിട്ട് എല്ലാവരും വരുന്നത് കൃത്യമായിട്ടില്ല. പക്ഷെ ഇതിവിടെ വൈവിധ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഉടലെടുത്തത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സസ് വൈ ദേ ആർ കമ്മിങ് ടു ആൻ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തിനാണ് ഓരോ ആളുകളും ഇൻഡിവിജ്വൽസ് എംപ്ലോയിക്ക് വരുന്നത്, ജോലിക്ക് വരുന്നത് എന്തിനാണ്? ഓരോരുത്തരും എന്തിനാ ജോലിക്ക് വരുന്നത്? ഈസ് ദർ എനി അഡ്വാൻറ്റേജ്? എന്തെങ്കിലും നേട്ടത്തിനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യത്തിനാണോ? അവരുടേതായ ഒരു എയിം, ഗോൾ എന്താണ് എല്ലാവരും ജോലിക്ക് വരുന്നത്? എല്ലാവരും ഒരേ ലക്ഷ്യത്തിനാണോ ജോലിക്ക് വരുന്നത്? ഓക്കെ, ടു ഗെറ്റ് വർക്ക് ഡൺ. അതെ, എന്തെങ്കിലും ഒരു ജോലി വേണം എന്നുള്ള ആഗ്രഹത്തിൽ, ഒരു ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ജോലിക്ക് വരുന്നവരുണ്ട്. ഫോർ ഏർണിംഗ് സം ഇൻകം, വെരി ഗുഡ് ഭാവന. ഒരു സാലറി വേണമെന്ന് ഉള്ളതിന് വേണ്ടിയിട്ട്. ഓക്കെ, സാലറി കിട്ടണം, എനിക്കൊരു ഇൻകം വേണം, എനിക്ക് എന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു കാശിന് ആവശ്യമുണ്ട് അല്ലെ, അതിന് വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. പിന്നെ ജസ്റ്റ് ഫോർ ടൈം പാസ്, ജോലിയൊന്നും എന്താ പറയാ ഇഷ്ടംപോലെ സ്വത്തും കാശൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ടൈം പാസിന് വെറുതെ ഇരിക്കേണ്ട, നമ്മള് അങ്ങനെയും ജോലിക്ക് വരുന്നവരുണ്ട്. ഓക്കെ, ടു ഹാവ് എ ഹാപ്പി അറ്റ്മോസ്ഫിയർ. എനിക്ക് വീട്ടിലിരുന്നിട്ട് അത്ര സന്തോഷമില്ല, എന്താ പറയാ, എനിക്ക് എപ്പോഴും ഇവിടെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലാണ്. അപ്പൊ ഒരു സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരുമായിട്ടൊക്കെ ഇന്റർഫിയർ ചെയ്ത് അവരുമായിട്ട് ഇടപഴകി ഒരു സന്തോഷം, ഒരു മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. സോ ഡിഫറെന്റ് ആസ്പെക്ട്സ്, ഡിഫറെന്റ് ഗോൾസ് ഉണ്ട്, എയിംസ് ഉണ്ട് ഓരോ മനുഷ്യനും അവർ ജോലിക്ക് വരുന്നതിന്. അപ്പൊ ആ എയിംസ് ഒക്കെ എന്താ പറയാ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യന്മാരൊക്കെ ജോലിക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ ജോലിക്ക് വരുമ്പോ അവിടെ അവരെ they have to be considered as human. അവരെ മനുഷ്യരെയൊക്കെ നമ്മൾ ഈ പറയുന്ന വിവിധ ലക്ഷ്യങ്ങളോടെ വിവിധ സ്വഭാവ രീതികളുമായി വരുന്ന ഓരോ ഇൻഡിവിജ്വൽസിനെയും ഓരോ എംപ്ലോയീസിനെയും കൃത്യമായി നല്ല രീതിയിൽ മാനേജ് ചെയ്ത് അവരെ ഹ്യൂമൻ ആയിട്ട് കാണണം. ആര്? ബിസിനസ് ഓർഗനൈസേഷൻ എന്നുവെച്ചാൽ ബിസിനസിന്റെ മാനേജ്മെന്റ് അവരെ മനുഷ്യരായി കണ്ട്, മനുഷ്യനായി കണ്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. മനുഷ്യനെ കൊണ്ട് പണിയെടുക്കുന്ന ഒരു യന്ത്രമായിട്ട് കൺസിഡർ ചെയ്യാതെ മനുഷ്യനായി കണ്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. ആൻഡ് ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ്, നല്ല റിസൾട്ട് അവരുടെ ജോബ് പെർഫോമൻസിൽ നിന്ന് കിട്ടുക. അതൊക്കെ മാനേജ് ചെയ്യുക. അവരുടെ റിക്രൂട്ട്മെന്റ്, അവർക്ക് കൊടുക്കേണ്ട ബെനിഫിറ്റ്, അവരുടെ ട്രെയിനിങ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള മറ്റ് എന്താ പറയാ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള അലവൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക. റിട്ടയർമെന്റിന്റെ കാര്യങ്ങള്, റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂ, അതുപോലെ സെലക്ഷൻസ്, ഇതെല്ലാം ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട A to Z എല്ലാ കാര്യങ്ങളെയും കൃത്യമായി മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ഏറ്റവും എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന, നമ്മൾ ഈ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ വിചാരിക്കേണ്ട. ഡ്യൂറേഷൻ വളരെ കുറവാണെങ്കിലും ഇതിൽ നിന്ന് ഉണ്ടാക്കേണ്ട റിസൾട്ട് വളരെ വലുതാണ്. മീൻസ് നിങ്ങൾ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ച് എവിടെയെങ്കിലുമൊക്കെ, ഇപ്പൊ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സ് പഠിച്ച ഏത് വലിയ ഓർഗനൈസേഷനിലും ബിസിനസ് ഓർഗനൈസേഷനിലും നമുക്ക് ജോലിക്ക് കയറാം. ഹോസ്പിറ്റൽസില്, സ്കൂളുകളില്, മറ്റ് എന്താ പറയാ, ഇത് കൂടുതൽ എംപ്ലോയീസ് കൂടുതൽ ജോലിക്കാർ ജോലി ചെയ്യുന്ന എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും ഇന്ന് HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽസിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ബോർഡ് വെച്ചൊക്കെ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റൽസിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ഉണ്ട്. എന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സുകളുമായി ബന്ധപ്പെട്ട് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെയും എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലി.
അപ്പൊ ജോലിക്ക് പോകുന്നതിന് മുമ്പ് യു ഹാവ് ടു ബി ഗെറ്റ് ട്രെയിൻഡ് ആൻഡ് സ്കിൽഡ്. അതിൽ നിങ്ങൾ പ്രാവീണ്യം നേടണം. അത് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എംപ്ലോയീസിനെ എന്നതിനെ കുറിച്ചിട്ട് എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന സകലമായ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു കോഴ്സിൽ ഈ ഒരു സിലബസിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയാണ് നമ്മൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ജോലി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന പല പല സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കാം. ഓക്കെ, അതിനൊക്കെ ഡിഗ്രി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എന്താ പറയാ, കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ക്വാളിഫിക്കേഷൻ വേണമെന്നാ പറഞ്ഞത്? നിങ്ങളുടെ ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സ് ചെയ്യാൻ ഏത് ക്വാളിഫിക്കേഷൻ വേണമെന്നാണ് നിങ്ങളെ അറിയിച്ചത്. ആൻഡ് ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ഇപ്പൊ ഈ കോഴ്സ് ചെയ്യാൻ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്? ഐ തിങ്ക് ഓൾ യു ഹാവ് പാസ്ഡ് +2. ബേസിക് ആയിട്ട് +2 ഉള്ളവർ തുടങ്ങിയാണ് അല്ലേ? +2 കഴിഞ്ഞവരുണ്ട്, ഡിഗ്രി കഴിഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ PG വേറെ ഏതെങ്കിലുമൊക്കെ ഇതില് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തവരുണ്ട്, മറ്റു പല ക്വാളിഫിക്കേഷനും ഉള്ളവരുണ്ട് ഇല്ലേ? സോ നിങ്ങളുടെ ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എടുക്കുന്ന ഡിഗ്രി, അത് ഡിപ്ലോമ. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ജോലിക്ക് കയറാൻ സാധിക്കും. ഓക്കെ, ഇനി ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്ക് PG ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PGക്കും ചെയ്യാം, അത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന ജോലി എന്ന് പറയുന്നത് സിമ്പിൾ അല്ല, മനുഷ്യന്മാരെ നിയന്ത്രിക്കലാണ്. ഓക്കെ, നമുക്ക് മനുഷ്യന്മാരെ നിയന്ത്രിക്കാനാണ് ഏറ്റവും പാട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വീട്ടിലെ ഇടയ്ക്കെങ്കിലും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലുള്ള മോസ്റ്റ്ലി വിമൺ സ്ത്രീകളാണ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? ഇവരെ കൊണ്ട് ഞാൻ തോറ്റ് മടുത്ത് എന്ന്. ഈ കാര്യം പറയാതെ ഒരു ദിവസം തള്ളി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരില്ലേ, അതായത് കൂടുതലും എന്താ പറയാ വീട്ടിലെ ജോലികള് ചെയ്യുന്നവര്. കാരണം എന്താണെന്ന് അറിയട്ടെ, ഈ വീട്ടിലിരിക്കുന്ന ആളുകള് ജോലി ചെയ്യുമ്പോ അതൊന്നും പ്രകടമല്ല. എന്താ ഇന്ന് ഇവിടെ ചെയ്ത്, നിനക്ക് എന്താ ഇവിടെ ഇത്ര പണി ഇല്ലേ? ഈ ചോദ്യങ്ങൾ കേട്ടിട്ടുള്ളവരുണ്ടോ മിക്കവാറും? ഇല്ലേ? അങ്ങനെയൊന്നും ഞങ്ങളുടെ കൂടെ ഉള്ളവരെ ഞങ്ങളുടെ പാർട്ട്ണർ പറയാറില്ല എന്നാണോ? അല്ല, നമ്മളോട് ചോദിക്കാറുണ്ട് ഇവിടെ എന്താ പണി അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതല് എനിക്ക് തോന്നുന്നു അതിലും വേഗം വേറെ ഏതെങ്കിലും വലിയ ഹെവി ലോഡ് എടുത്ത് ചുമന്ന് ആ ജോലി ചെയ്ത വൈകുന്നേരം ആകുമ്പോ കാശ് കിട്ടുമ്പോ ആ വേദനയും ആ പെയിനൊക്കെ നമ്മൾ മറന്ന് സന്തോഷത്തോടെ കാശ് മേടിച്ച് വീട്ടിൽ പോകാം അല്ലേ? അതേസമയം രാവിലെ എഴുന്നേൽക്കുന്നു, 5 മണി മുതൽ ജോലിക്ക് കയറുന്നു, 12 മണി വരെ ജോലി ചെയ്യുന്നു. ഏത് ഓഫീസിൽ ഇത്രയും മണിക്കൂർ ജോലി ചെയ്യണം? ആലോചിച്ച് നോക്കുക. അപ്പൊ ആ അത്രയും നമ്മുടെ വീട്ടിലുള്ള അത്രയും ആളുകളെ മാത്രം നമുക്ക് മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാനും വിളപ്പാനും ഒക്കെ നമ്മൾ എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന കൂലി അതായിരിക്കും അല്ലെ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓക്കെ, തമാശക്ക് പറയുന്നത് അവർക്കറിയാം ജോലി ഇഷ്ടം പോലെ ഉണ്ടെന്ന്. പക്ഷേ നമ്മളെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറയുന്ന കാര്യങ്ങളാണ് അല്ലെ? എന്താ പണി, കഞ്ഞി വെച്ചു കറി വെച്ചു എന്നൊക്കെ പറഞ്ഞതൊക്കെ എവിടെ കാണാനുണ്ടോ? വൈകുന്നേരം ആവുമ്പോൾ ഈ വച്ചതൊക്കെ എല്ലാവരും കഴിച്ചു തീർക്കണ്ടാവും. പിന്നെ എന്താ കാണാനുള്ള അവിടെ? പ്രൂഫായിട്ട് എവിഡൻസ് ആയിട്ട് നമുക്ക് കാണിക്കാനൊന്നുമില്ല അല്ലെ? അങ്ങനെ ഒരു സ്ഥിതിയാണ്. പക്ഷേ അപ്പൊ ഇവിടെ ഈ പറയുന്ന ഇത്രയും നമ്മുടെ വീട്ടിലുള്ള 3ഓ 4ഓ അംഗങ്ങളെ മാത്രം മാനേജ് ചെയ്യാൻ നമ്മള് പറയുന്നു. മടുത്ത് മനുഷ്യൻ ജോലി ചെയ്ത് മടുത്ത്, ഇവരോടൊക്കെ യുദ്ധം ചെയ്ത് മടുത്ത്, അല്ലെങ്കിൽ ഇവരെയൊക്കെ എങ്ങനെ ഞാൻ ഇങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് നമ്മൾ തലക്ക് എരിഞ്ഞു വെച്ച് ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിനി ആരെ മാനേജ് ചെയ്യാൻ പോകേണ്ടത്? 4ഓ 5ഓ പേരെ ഒന്നുമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെയാണ്. ചിലപ്പോൾ ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിലും 500 എംപ്ലോയീസ് ഒക്കെ ഉണ്ടാകും. അവരുടേതായ എല്ലാ കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും എന്താ പറയാ, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് നമുക്ക് തന്നിരിക്കുന്ന സിലബസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ജോലിക്കായിട്ടൊക്കെ പോകേണ്ടത്. ഓക്കെ, ഇനി നമ്മളുടെ ഈ ഒരു കോഴ്സിൽ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് 6 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. 6 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. ഈ 6 മൊഡ്യൂൾസ് എന്ന് പറയുമ്പോൾ 6 മൊഡ്യൂൾസ് ഉള്ളു. പക്ഷെ ഓരോന്നിലും അതിൻ്റെതായ ക്ലാസിഫിക്കേഷൻസ്, ഓരോ മൊഡ്യൂളിലും അതിന്റെ ഉള്ളില് ഓരോ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഒരു പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ മാത്രമാണ് നമുക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്താണ്? അതിനകത്ത് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പണ്ടത്തെ പേരെന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. തൊഴിലാളികളെ മാത്രം മാനേജ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഏറ്റവും ലോവർ ലെവൽ എംപ്ലോയീസിനെ മാത്രം. മാൻ മെഷീൻ
എംപ്ലോയീസ് എന്ന് വെച്ചാൽ മെഷീനുമായിട്ട് ജോലി ചെയ്യുന്ന, മെഷീൻ വെച്ച് പ്രവർത്തിപ്പിക്കുന്ന ആൾക്കാർ, അതായത് പ്രൊഡക്ഷൻ പർപ്പസിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന വർക്കേഴ്സിനെ മാത്രം മാനേജ് ചെയ്താൽ മതിയായിരുന്നു. ദാറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് കോൺസെപ്റ്റ്. അത് പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് ആണ്. അതിനെ നമ്മൾ പേഴ്സണൽ PERSONNEL ആണ് കേട്ടോ, തൊഴിൽ മാനേജ്മെന്റ് ആണ്. ഈ മെഷീൻസ് ആയിട്ട് കൈകാര്യം ചെയ്ത് ഉൽപാദന പ്രക്രിയയിൽ നേരിട്ട് ജോലി ചെയ്യുന്ന വർക്കേഴ്സിനെ മാത്രം മാനേജ് ചെയ്താൽ മതിയായിരുന്നു അന്ന് പണ്ട്. കാരണം അവരാണ് മെഷീൻസ് ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പൊ പ്രൊഡക്ടിവിറ്റി കൂടുതൽ കിട്ടണമെങ്കിൽ അവരെ നന്നായി മാനേജ് ചെയ്യണം. ചിലപ്പോഴൊക്കെ അലസമായിട്ട് പണിയെടുക്കാണ്ട് അവിടെ ഇവിടെയൊക്കെ മുക്കിലും മൂലയിലൊക്കെ ഇരിക്കും. അപ്പൊ എന്ത് ചെയ്യും? പ്രൊഡക്ടിവിറ്റി കുറയും, ഉൽപാദനം കുറയും. ഉൽപാദനം കുറഞ്ഞാൽ ഇറ്റ് അഫക്ട്സ് ദ പ്രോഫിറ്റബിലിറ്റി. അത് എന്തിനെ ബാധിക്കും? ലാഭത്തെ ബാധിക്കും. അപ്പൊ അത് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ലക്ഷ്യം. പക്ഷെ ഇന്ന് അതിന്റെ ഒരു റിഫൈൻഡ് ഫോം ആണ്. ഇന്നിപ്പോ അത് മാറി പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഓൾഡ് കോൺസെപ്റ്റ് മാറ്റി ഇന്നൊരു ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്ന് വെച്ചാൽ വർക്കേഴ്സിനെ മാത്രം മാനേജ് ചെയ്താൽ പോരാന്ന്, ഈച്ച് ആൻഡ് എവറി ലെവൽ ഓഫ് എംപ്ലോയീസിനെയും മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ ഉഴപ്പ് കാണിക്കുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്ട്ലി ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, അല്ലാത്ത ഏത് മേഖലകളിലെയും ജോലിക്കാര് അവരുടേതായ രീതിയിലുള്ള ജോലികൾ ചെയ്യാൻ ചില ദിവസങ്ങളിലോ ചില സമയത്തോ മടി കാണിക്കാൻ സാധ്യതയുണ്ട്. അവരെ മാനേജ് ചെയ്യണം. അവരുടെ റിക്രൂട്ട്മെന്റ്, അവരുടെ ട്രെയിനിങ്, അവരുടെ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ജോലി സ്ഥലത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ചില അറിവുകൾ, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അല്ലാണ്ട് അവിടെ വന്നിട്ട് ഇനി വീണ്ടും 1 തുടങ്ങി 2ാം ക്ലാസ് അങ്ങനെയൊക്കെ പഠിക്കുന്ന കാര്യമല്ലാണ്ട് ഉദ്ദേശിച്ചത് അവര് ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷൻസ്, അവരുടെ ബെനഫിറ്റുകൾ, അവരുടെ ഇന്റർവ്യൂസ്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഇതെല്ലാം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി. അപ്പൊ വർക്കേഴ്സ് മാത്രമല്ല മാനേജ് ചെയ്യപ്പെടേണ്ടത്, ഓൾ ദ എംപ്ലോയീസ് എ ഹോൾ, മൊത്തം എംപ്ലോയീസിനെയും മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി. അപ്പൊ ആ പേഴ്സണൽ മാനേജ്മെന്റും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളും, പിന്നെ ജോബ്, ഓരോരുത്തർക്കും കൊടുക്കുന്ന ജോബ്, ആ ജോബിനെ കുറിച്ചുള്ള അനലൈസേഷൻ, അത് ഡിസൈൻ ചെയ്യുക, എന്ത് ജോബ് ഓരോരുത്തർക്കും കൊടുക്കണം. ഓൾ ദീസ് തിങ്സ് കംസ് അണ്ടർ ദ ഫസ്റ്റ് മൊഡ്യൂൾ. ഒന്നാമത്തെ മൊഡ്യൂളിൽ ഇതെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 2ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആണ്. എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. റിക്രൂട്ട്മെന്റ് ഉണ്ട്, പിന്നെ സെലക്ഷൻ ഉണ്ട്, പിന്നെ ഓറിയന്റേഷൻ, അവരെല്ലാം അറേഞ്ച് ചെയ്യുക, എംപ്ലോയീസിനെ പ്ലേസ് ചെയ്യുക, പ്ലേസ്മെന്റ്, ഇതെല്ലാമാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരിക. 3rd മൊഡ്യൂൾ കണ്ടെയ്ൻസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. 3ാമത്തെ മൊഡ്യൂളിൽ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും. ഓർഗനൈസേഷനിൽ ജോലിക്കാരെ വെച്ചു, ആ ജോലിക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക്, നമുക്കറിയാം നമ്മളൊരു ചേഞ്ചിങ് വേൾഡിലാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ ടെക്നോളജി, സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് ഓരോ ബിസിനസ് ഓർഗനൈസേഷനും അതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരും. ആ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എംപ്ലോയീസിന് കൊടുക്കണം, അല്ലെ? വേണ്ടേ? പറഞ്ഞേ, ഇതൊക്കെ വലുതൊക്കെ മനസ്സിലാവല്ലേ പറയുന്നത്? ഓക്കെ? ആ അതെ. അപ്പൊ എന്താണ്, ഇപ്പൊ നോക്കിയേ, പണ്ട് കാലത്തൊക്കെ ഈ കമ്പ്യൂട്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു കോമൺ മെഷീനറി ആയി മാറിക്കഴിഞ്ഞപ്പോ എല്ലാ സ്ഥാപനങ്ങളും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവരവരുടെ ഡാറ്റാസ് ഒക്കെ അതിനകത്തൂടെ ചെയ്യാൻ തുടങ്ങി. പണ്ടൊക്കെ ബിസിനസ് സ്ഥാപനങ്ങളിൽ അക്കൗണ്ട് സെക്ഷനിൽ മാത്രമൊക്കെയാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് നമുക്ക് വേറെ യുഗോ എവിടെ ഏതൊക്കെ ഓർഗനൈസേഷനിൽ നമുക്ക് പോകുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈച്ച് ആൻഡ് എവറി സ്ഥലത്തും ഈ കമ്പ്യൂട്ടർ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം എല്ലാ ഡാറ്റാസും നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ആ ജോലി മാനുവലായി ചെയ്തുകൊണ്ടിരുന്നപ്പോ, മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരുന്നപ്പോ, കമ്പ്യൂട്ടർ ഇല്ലാണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ എങ്ങനെയാണോ മാനുവലായിട്ട് ചെയ്തിരുന്നവർക്കൊക്കെ അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളത് എന്ത് ചെയ്തു, പറഞ്ഞ് മനസ്സിലാക്കി ട്രെയിനിങ് കൊടുക്കണ്ടേ? അല്ലാണ്ട് പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാം കൊറോണ വന്നതിന് ശേഷമാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ഇത്രയധികം പോപ്പുലർ ആയത്. ആണോ? കൊറോണയ്ക്ക് ശേഷമല്ലേ? അപ്പൊ നമ്മളൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു, ഡയറക്റ്റ് ആയിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് കൊറോണ എന്ന് പറയുന്ന രോഗം പിടിപെട്ടു, പുറത്തിറങ്ങാൻ പറ്റില്ല, വാതിലും ജനലൊക്കെ പൂട്ടി നമ്മൾ തിരക്കാത്തിരുന്നു. പക്ഷെ കുട്ടികളുടെ പഠിത്തമൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ ഓൺലൈൻ ആയിട്ട് ഗൂഗിൾ മീറ്റ്, സൂം മീറ്റ് എന്നൊക്കെ പറയുന്ന ആപ്പ് ഉണ്ട്. നമ്മൾ അത് എടുക്കാം, അതിൽ കുട്ടികളെ നമ്പേഴ്സ് അനുസരിച്ച് ആഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സമയം കൊടുത്ത് അവരോട് ഇന്ന സമയത്ത് കയറാൻ പറയാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കിയതാണോ? അല്ലാണ്ട് ഇതിനു മുമ്പ് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നോ? ഇല്ല. അപ്പൊ ഇത്രയും കോമൺ ആയത് ആ ഒരു രോഗം വന്നതിന് ശേഷമാണ്. അപ്പൊ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, സ്കൂളിൽ പോകാൻ പറ്റില്ല, ക്ലാസ്സിൽ പോകാൻ പറ്റില്ല, കുട്ടികളെ നമ്മൾ വീട്ടിലിരുന്ന് പഠിപ്പിച്ചു.
ഓക്കെ, ഇതുപോലെയാണ് പഠിപ്പിച്ചത്. കുട്ടികളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കാനും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ നമ്മളും പഠിപ്പിക്കുന്നു ഈ രീതിയിൽ. അപ്പൊ നമ്മൾ എങ്ങനെ അത് പഠിച്ചെടുത്തു? ഇതെങ്ങനെയൊക്കെ ഇതൊക്കെ ഗൂഗിൾ മീറ്റ് ഒക്കെ എടുത്ത് എങ്ങനെ പഠിപ്പിക്കുക? എല്ലാ ദിവസവും ക്ലാസ്സിൽ പോയി സ്കൂളിൽ പോയി അവിടെ പോയി ഇവിടെ പോയി പഠിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മള് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് ടേക്സ് ടൈം. അത് സമയമെടുത്തു. നമ്മളത് മനസ്സിലാക്കി ഇതിങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ ഓപ്പൺ ചെയ്യണം, കുട്ടികൾ ജോയിൻ ചെയ്യും, അവർക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇട്ട് കൊടുക്കണം, അവർ ജോയിൻ ചെയ്യുന്നു, സൗണ്ട് ഇങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം, കൂട്ടാൻ കുറയ്ക്കാം, whatever it is. അപ്പൊ നമ്മളത് പഠിച്ചു. ഇപ്പൊ നമ്മൾ ഭയങ്കര പ്രോ ആയി. ഈ സാധനമൊക്കെ പുല്ല് പോലെ നമ്മൾ ഹാൻഡിൽ ചെയ്യും. അതെങ്ങനെയാ? ത്രൂ ട്രെയിനിങ്. ആ ട്രെയിനിങ്ങിലൂടെയാണ്. അപ്പൊ അതുപോലെ ഇത് ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതിൽ ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ അങ്ങനെ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴും ആ ട്രെയിനിങ്, അതോടൊപ്പം തന്നെ ട്രെയിനിങ് കൊടുത്ത് കൂടുതൽ കൂടുതൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് ടാലന്റ് മാനേജ്മെന്റ് ആണ്. ടാലന്റ് മാനേജ്മെന്റ്, കോമ്പൻസേഷൻ, കൂടുതൽ കൂടുതൽ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുക, അത് മാനേജ് ചെയ്യുക, അത് കണ്ടെത്തുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് കോമ്പൻസേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെ? ഒരാളുടെ കഴിവിനനുസരിച്ചുള്ള റിവാർഡുകൾ, കോമ്പൻസേഷൻ, അവർക്ക് അതിനുള്ള പ്രതിഫലം കൊടുക്കുക. ഞാൻ കുറച്ച് കഴിവ് കൂടുതൽ കാണിക്കുന്ന എംപ്ലോയി ആണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? അവരെ പ്രശംസിക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട റിവാർഡ് കൊടുക്കണം, അവർക്ക് കൊടുക്കേണ്ട പ്രതിഫലം കൊടുക്കണം, അവരെ ഒന്ന് എന്താ പറയാ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യണം. കാരണം അവരെ പോലെ മറ്റുള്ളവരും ആകാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അടുത്ത മൊഡ്യൂള് മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ്. എംപ്ലോയീസിന്റെ ബെനിഫിറ്റുകൾ മാനേജ് ചെയ്യും. പലതരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ട്. സാലറി അവരുടെ ബെനിഫിറ്റ് ആണ്, സാലറി കിട്ടണം. ഇനി സാലറിക്ക് പുറമെ ഡിയർനെസ് അലവൻസ്, അതുപോലെ തന്നെ ട്രാവലിംഗ് അലവൻസ്, അങ്ങനെയുള്ള മറ്റ് ബോണസ്, മറ്റ് ബെനിഫിറ്റുകളെല്ലാം അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് നമ്മുടെ 5th ചാപ്റ്റർ. ആൻഡ് ദ ലാസ്റ്റ് മൊഡ്യൂൾ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ആണ്. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ അവർക്കുണ്ടാകാവുന്ന ഡിസ്സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിസ്കണ്ടന്റ്മെന്റ്, ഒരു തൃപ്തിക്കുറവ്. നമുക്കറിയാം ഏത് ബിസിനസ് സംരംഭത്തിലും എല്ലാം കൊണ്ടും തൃപ്തരായ എംപ്ലോയീസിനെ കണ്ടെത്തുക ഇറ്റ്സ് മോർ ഡിഫിക്കൽട്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പല രീതിയിലും ആളുകൾക്ക്, എംപ്ലോയീസിന് പലതരത്തിലുള്ള ഈ തൃപ്തിക്കുറവൊക്കെ അനുഭവപ്പെടും ജോലി ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അത്തരം തൃപ്തിക്കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ തൃപ്തിക്കുറവും വെച്ചുകൊണ്ട് നീ ഇവിടെ ജോലി ചെയ്താൽ മതി എന്നല്ല, അത്തരം അസംതൃപ്തികൾ, ഡിസ്കണ്ടന്റ്മെന്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നീക്കി, അതെല്ലാം ഇല്ലാതാക്കി എന്ത് ചെയ്യണം? അതൊക്കെ ക്ലിയർ ചെയ്ത് അതിനെയൊക്കെ സോൾവ് ചെയ്ത് വേണം ഓർഗനൈസേഷന്റെ ബാക്കി പെർഫോമൻസുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റും? ഞാൻ എന്തെങ്കിലും ഈ ഇവിടുത്തെ ഈ ഒരു എന്താ പറയാ എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷനിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുത്തെ എന്തെങ്കിലും കാര്യത്തോട് യോജിക്കാൻ തൃപ്തിക്കുറവുണ്ടെങ്കിൽ ഞാനത് മാനേജ്മെന്റിനോ ആരോടാണോ ബന്ധപ്പെട്ട അധികാരികളോട് ഞാൻ അത് അറിയിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും ഇഫ് ദർ ഈസ് നോ എനി റിയാക്ഷൻ, അതിന് യാതൊരു മറുപടി ഇല്ല, റിയാക്ഷൻസ് ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? എന്റെ മനസ്സിൽ ഒരു ബ്ലാക്ക് ഒരു ഇമേജ്, ഒരു നെഗറ്റീവ് ഇമേജ് അവിടെ കിടക്കും. എങ്ങനെ? നമ്മൾ എന്നിട്ട് അങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചു, പക്ഷെ there is no response, അവിടെ അവരുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഒന്നും ഇല്ല. അപ്പൊ ആ ഒരു എന്താ പറയാ ഒരു വിഷമം, ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ നിന്ന് കിടക്കും. ആൻഡ് ഇറ്റ് റിഫ്ലെക്ട്സ് ഇൻ മൈ ജോബ് പെർഫോമൻസ്. അങ്ങനെ അവിടെ കിടന്നാൽ എന്റെ മനസ്സിലുള്ള ആ ഒരു ചിന്ത അവിടെ മാറാത്തത് കൊണ്ട് ഞാൻ ഒരു കാര്യം അങ്ങനെ സൂചിപ്പിച്ചിട്ട് മാനേജ്മെന്റ് അതിനനുസരിച്ച് ഒരു നടപടിയും എടുത്തില്ല, അല്ലെങ്കിൽ അവരത് കണ്ടെന്ന് വയ്ക്കുന്നില്ല, വകവെക്കുന്നില്ല എങ്കിൽ എന്റെ മനസ്സിൽ ആ ഒരു ചിന്ത അങ്ങനെ കിടന്ന് അതിന്റെ പെർഫോമൻസിൽ പ്രകടമാകും. ഞാൻ എന്തിനിപ്പോ ഈ കിടന്ന് എന്താ പറയാ എന്റെ 100% കൊടുത്ത് ഞാൻ ജോലി ചെയ്യണം? ബിക്കോസ് ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ ഞങ്ങൾ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് പറഞ്ഞ ഒരു കാര്യത്തിന് ദർ ഇസ് നോ സൊല്യൂഷൻ ഇല്ലല്ലോ, പിന്നെ നമ്മൾ എന്തിനാ ഇത്ര കിടന്ന് കഷ്ടപ്പെടുന്നത്? എത്രയൊക്കെ മതി, എത്രയും കമ്മിറ്റ്മെന്റ് ഒന്നും വേണ്ട എന്ന ചിന്ത അവിടെ വരൂലേ? അങ്ങനെ വരുമ്പോൾ ഈ ജോബ് പെർഫോമൻസിന് ബാധിക്കും. അപ്പൊ നല്ല പ്രൊഡക്ടിവിറ്റി കിട്ടില്ല, അത് പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും. കണ്ടോ, റിവേഴ്സ് ആയിട്ട് അത് ചെന്ന് അടിക്കും. അതുകൊണ്ട് എന്താണ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ഗ്രീവാൻസുകളെ, പരാതികള്, പരിഭവങ്ങള്, അവരുടെ തൃപ്തിക്കുറവ് എന്തൊക്കെയാണോ അത് മാറ്റി നീക്കം ചെയ്ത് വേണം ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ മാനേജ് ചെയ്യണം. അപ്പൊ ഇതെല്ലാം ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവരുടെ ട്രെയിനിങ്, അവരുടെ ബെനിഫിറ്റുകള്, അവരുടെ സെലക്ഷൻസ്, അവരുടെ റിക്രൂട്ട്മെന്റ്, അവരുടെ ഗ്രീവൻസ് ഹാൻഡ്ലിങ്, അതുപോലെ എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ, എല്ലാം എംപ്ലോയീസിനെ സംബന്ധിച്ചതാണ് നമുക്ക് ഈ എല്ലാ സിലബസ് മൊഡ്യൂൾസിലും കൂടി പഠിച്ചു തീർക്കാനുള്ളത്. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യങ്ങളൊന്നുമല്ല, സിമ്പിൾ ആണ്. കാരണം ഒരു ജോലി സ്ഥലത്തുള്ള കാര്യങ്ങളായതുകൊണ്ട് എളുപ്പം മനസ്സിലാകും. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിച്ച് നല്ല ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ആയിട്ട്
മാറണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പുതിയൊരു സംരംഭത്തിനും നിങ്ങൾ കാലെടുത്ത് വെച്ചതും എല്ലാവർക്കും നല്ലൊരു ഇത് ആശംസിക്കുകയാണ്. ആൻഡ് I wish you all will complete the course within time and also with the most satisfaction and happy. വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടൊക്കെ കൂടെ നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പേടി വേണ്ട. ക്ലാസ് ഒക്കെ കൃത്യമായിട്ട് ടീച്ചേഴ്സ് എടുത്തു തരും. ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ മ്യൂട്ട് ചെയ്ത് വെച്ചില്ലേ, ഞാൻ മ്യൂട്ട് ചെയ്തു, ഇപ്പൊ അൺമ്യൂട്ട് ചെയ്തു. അൺമ്യൂട്ട് ചെയ്ത് വെച്ചത് അതുപോലെ തന്നെയായിരിക്കും ക്ലാസ് എടുക്കുക. എന്നിട്ട് ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് 5 or 10 minutes നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ടീച്ചർ പഠിപ്പിക്കുന്ന ടോപ്പിക്കിലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഒരു ലാസ്റ്റ് 5 or 10 minutesന്റെ സമയത്ത് ടീച്ചേഴ്സ് ക്ലിയർ ചെയ്ത് തരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അവർക്ക് ആർക്കും സംശയമില്ല, എനിക്ക് സംശയമുള്ളൂ, ഞാനിത് എങ്ങനെ ചോദിക്കും, ഒരു പേടിയും വേണ്ട. ആ ലാസ്റ്റ് 5 or 10 minutes നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മ്യൂട്ട് ഒന്ന് മാറ്റാൻ ടീച്ചറോട് പറയാം, എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറയാം. ലാസ്റ്റ് ആണേ, ഇടയിൽ ചോദിക്കരുത്. കാരണം ആ ഒരു ഫ്ലോ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും. കാരണം ഒരുപാട് പറയാനുള്ള കാര്യങ്ങളുണ്ട് ഈ ഒരു ഇതിനകത്ത്. HR-ൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണം. അതുകൊണ്ട് അത് ഡിസ്റ്റർബൻസ് ആവും. നിങ്ങൾ അവിടെ ഒന്ന് ചോദിച്ചാൽ മതി, മിസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക. ലാസ്റ്റ് 10 minutes എന്തായാലും അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഞാനായിക്കോട്ടെ, മറ്റേത് ടീച്ചേഴ്സ് വരികയാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ എന്തെങ്കിലും ഓക്കെ. അല്ലെങ്കിൽ ഇനി അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേക്കുക. നിഷാ മിസ്സിനെ ഒന്ന് വിളിക്കണം, ഒരു കാര്യം ചോദിക്കാനുണ്ട്. പഠിപ്പിക്കുന്ന ഭാഗത്തെ ടീച്ചർ പഠിപ്പിക്കുന്ന ഭാഗത്തെ സംശയം എന്നോടല്ല ചോദിക്കേണ്ടത്, അത് ടീച്ചറോട് തന്നെ ചോദിക്കണം. മറ്റേതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിഷാ മിസ്സിനെ ഒന്ന് വിളിക്കാൻ പറയുക. ഞാൻ തൊട്ടപ്പുറത്ത് അവിടെ ഇരിക്കേണ്ടാവും, അവർ വന്ന് പറഞ്ഞോളും. ടീച്ചേഴ്സ് അത് എന്നോട് തന്നെ ചോദിക്കുക. അവരോട് ചോദിച്ചിട്ട് വിൽ നോട്ട് ഗെറ്റ് എനി സൊല്യൂഷൻ. അതിന് കൃത്യമായ മറുപടി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി വേസ്റ്റ് ഓഫ് ടൈം. അങ്ങനെ ടീച്ചർമാരോട് ഈ വരുന്നവർ ഇപ്പൊ എല്ലാ ദിവസവും 1 മണിക്കൂർ ക്ലാസ് ഉണ്ട്. ഇന്ന് ഞാൻ വേറെ ടീച്ചർ വന്നു, ടീച്ചർ ക്ലാസ് എടുത്തു. അപ്പൊ ടീച്ചറെ എനിക്ക് ഇന്ന കാര്യത്തെ കുറിച്ച് സംശയം ഉണ്ടല്ലോ, അത് ഞാനിന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ ടീച്ചറോട് വെറുതെ ചോദിച്ച സമയം കളഞ്ഞു. അടുത്ത ദിവസം വേറെ ടീച്ചറായിരിക്കും വരിക. അപ്പൊ ആ ടീച്ചറിന്റെ നിന്ന് ശരിയായ ഉത്തരവൊന്നും കിട്ടിയില്ല. അടുത്ത ടീച്ചർ വേറെ ക്ലാസ്, അടുത്ത ദിവസം വേറെ ടീച്ചർ വന്നു. അപ്പോഴും ടീച്ചറോടും ചോദിച്ചു. ഇങ്ങനെ വെറുതെ സമയം കളഞ്ഞു. നോ റിസൾട്ട്. അതിനും ഒരു സൊല്യൂഷൻ ഇല്ല, ഒരു പ്രതിഫലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ട. നിങ്ങൾക്ക് ചോദിക്കാം ചോദ്യം. എന്ത്, നിങ്ങൾ ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് സംബന്ധമായിട്ടുള്ള എന്ത് ഡൗട്ട്സും നിങ്ങൾ ആ ടീച്ചറോട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, അതർവൈസ് നിങ്ങൾ എന്നോട് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞാൽ മതി. എന്താന്ന് വെച്ചാൽ ഞാൻ വന്ന് എന്താന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഓക്കെ, സോ എല്ലാ ദിവസവും 8-ാം തീയതി സെപ്റ്റംബർ 8-നാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ, റെഗുലർ ക്ലാസ്സുകൾ വരിക. പറഞ്ഞിരുന്നോ? സെപ്റ്റംബർ 8-നാണ് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ നമുക്കിപ്പോ നാളെയും കൂടിയുള്ള ക്ലാസ്, അത് കഴിഞ്ഞ പിന്നെ ഇവിടെ എന്താ പറയാ പിറ്റേ ദിവസം ഓണം സെലിബ്രേഷനും പിന്നെ 2-3 ദിവസം നമുക്ക് ഓണം വെക്കേഷനും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സുകൾ അപ്പോഴായിരിക്കും തുടങ്ങുന്നത്. ഇപ്പൊ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം നമ്മൾക്ക് തുടങ്ങിയിട്ട് കാര്യമില്ല. വീണ്ടും 8 ദിവസം കഴിഞ്ഞ് വീണ്ടും വരുമ്പോ ആൾക്കാർ കൺഫ്യൂസ്, വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങേണ്ടി വരും. അതുകൊണ്ട് 8-ാം തീയതി ആയിരിക്കും നിങ്ങൾക്ക് റെഗുലർ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് 8-ാം തീയതി റെഗുലർ ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ, ടൈമും അതുപോലെ തന്നെ ക്ലാസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്കായിരിക്കും വിട്ടു തരിക. ഗൂഗിൾ ക്ലാസ് റൂം ഫോം ചെയ്തിട്ടുണ്ടോ? അത് ഫോം ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അതുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻഫോർമേഷൻസ് എല്ലാം, എന്ത് ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലല്ല, നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്താണ്. അപ്പൊ ആ ഇൻഫോർമേഷൻസ് അവിടെ പോയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ ഇൻഫോർമേഷൻസ് എന്തോന്നോ, ക്ലാസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് അവിടെയായിരിക്കും അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, എല്ലാ ദിവസവും നിങ്ങളുടെ ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. പിറ്റേ ദിവസം അത് 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ പഠിപ്പിച്ച ഭാഗത്ത് നിന്ന് അത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അതിന്റെ ആൻസർ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണോ? നൗ എനി ഡൗട്ട്സ്? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? മാം, ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പോ ഈ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞില്ലായിരുന്നു മാം, അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. വേണം. അപ്പോ അതില് ഇതിന്റെ അപ്ഡേഷൻസ് ഒക്കെ കിട്ടും? വരും. എല്ലാ അപ്ഡേഷൻസും അതിലായിരിക്കും വരിക. ഇനി ലിങ്ക്സ് എന്തെങ്കിലും നമുക്ക് അവർ സെൻഡ് ചെയ്ത് തരും? ലിങ്ക് സെറ്റ് ചെയ്ത് തരും.
അതെ, എല്ലാ ദിവസവും ഇന്നിപ്പോ ഈ ക്ലാസ് ഇപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇൻട്രോ ക്ലാസ് മാത്രമായിരുന്നു. HR-ന്റെ പോർഷനും നമ്മൾ തുടങ്ങിയില്ല, സിലബസിലേക്കല്ല തുടങ്ങിയത്. HR എന്താണ്, ആ കോഴ്സ് എന്താണെന്നും അതെങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞത്. ആ ഒരു ക്ലാസ് ഓൾറെഡി റെക്കോർഡ് ആണ്. നാളെ നിങ്ങൾക്ക് ആ ക്ലാസ്, ആ റെക്കോർഡ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും. അപ്പൊ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പോയി കേൾക്കുക. അതല്ല ഇനി പുതിയതായിട്ട്, അതായത് ഇപ്പൊ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ തുടങ്ങിയപ്പോ 37 ആണ്, ഇപ്പൊ 42 കുട്ടികളായിട്ടുണ്ട്. അപ്പൊ അത്രയും പേര്, ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ബിഗിനിങ്ങിലെ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. ഇൻട്രോ ക്ലാസിന്റെ തുടക്കം നമ്മൾ 10:33 ഞാൻ തുടങ്ങിയത്. ബിക്കോസ് 3 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുട്ടികൾ ഇനിയും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പൊ അത് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അത് കിട്ടാത്ത, അതിന്റെ തുടക്കമൊക്കെ കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മാം, ഒരു ഡൗട്ട് ഉണ്ട്. അതായത് ഇപ്പൊ ഗൂഗിൾ ക്ലാസ് റൂം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോ അതില് ക്ലാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലിങ്കിന്റെ ആവശ്യമുണ്ടോ? അല്ല എങ്ങനെയാണ് അത് ഗൂഗിൾ ക്ലാസ് റൂം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പൊ ലിങ്ക് വേറെ അയച്ചു തരുമോ അവര്? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ മറ്റു കാര്യങ്ങൾ അപ്ഡേഷൻസ് ആണ് അതിനകത്ത് വരും എന്ന് പറഞ്ഞാൽ ലിങ്കുകൾ വരും. ഗ്രൂപ്പില് ലിങ്ക് വരും അല്ലേ? ഓ, നിങ്ങളുടെ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നതിന്റെ, പിന്നെ മോക്ക് ടെസ്റ്റിന്റെ, അതെല്ലാം അതിനകത്ത് കിട്ടുതരും. ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഓരോ മോക്ക് ടെസ്റ്റുകൾ എല്ലാ ദിവസവും ഉണ്ടാവും അല്ലെ? ക്ലാസ് കഴിയുമ്പോൾ ഇന്നത്തെ ക്ലാസ്സിന്റെ മോക്ക് ടെസ്റ്റ് നാളെ കാലത്ത് അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യാം. അത് ആൻസർ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. ഈ റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടുന്നത് ഗൂഗിൾ ക്ലാസ് റൂം വഴിയായിരിക്കും അല്ലെ? റെക്കോർഡഡ് ഗൂഗിൾ ക്ലാസ് റൂം വഴി തന്നെയാണ് കിട്ടുള്ളൂ, മറ്റ് പ്ലാറ്റ്ഫോം ഇല്ല. ഓക്കെ. നിങ്ങൾ ഇത് ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങളുടേതായ ഗ്രൂപ്പൊക്കെ, നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാനാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി വന്നില്ല, അപ്പൊ അടുത്ത ദിവസം ആ കുട്ടിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ടവര്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഗൂഗിൾ എന്താ പറയാ, വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ അതിങ്ങനെയാണ് അങ്ങനെയാണ്. അവർക്കൊന്നും പറഞ്ഞു തരാൻ പറ്റിയില്ല എങ്കിൽ മാത്രം അടുത്ത ദിവസം ക്ലാസ്സിൽ കയറിയിട്ട് ഇന്ന കുട്ടി ഇന്ന ഒരു ഡൗട്ട് ചോദിച്ചു, അല്ലെങ്കിൽ ആ കുട്ടിക്ക് കയറാൻ പറ്റില്ല, കുട്ടി കയറിയിട്ട് ആ ഡൗട്ട് ഒന്ന് അവിടെ ചെന്ന് ടീച്ചറോട് ചോദിച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ. നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ നോട്ട് മാത്രമേ ഉള്ളൂ. അത് എഴുതിയിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ നോട്ട്സ് തന്നെയാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നതും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതും. അതിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 4 ചോയ്സ് ഉള്ളതുപോലെ, 4 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. 4 ചോയ്സും ഒരു ക്വസ്റ്റ്യനും. അത് തന്നെയാണ് എക്സാമിന്റെ ഫോർമാറ്റ്. ആ മോക്ക് ടെസ്റ്റിന്റെ അതേ ഫോർമാറ്റ് തന്നെയാണ് നമ്മുടെ പരീക്ഷയ്ക്കുള്ളത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 2-3 മാർക്സ് വെയിറ്റേജ് ഒക്കെ ഉള്ള പരീക്ഷയൊന്നുമല്ല നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എല്ലാ ദിവസവും തരുന്നത്, നിങ്ങൾ ആ പരീക്ഷയ്ക്ക് കൂടി വേണ്ടി പ്രിപ്പയർഡ് ആകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫൈനൽ എക്സാം എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അല്ലെ? ഫൈനൽ എക്സാം വരുന്നത് 6 മൊഡ്യൂൾസും കഴിഞ്ഞിട്ടായിരിക്കും അല്ലെ? അതെ. എല്ലാവരും പല പല ഡിസ്ട്രിക്റ്റിലുള്ളവരാണോ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നവര്? ഏറ്റവും നിയറസ്റ്റ് പ്ലേസിലുള്ള ആരെങ്കിലും ഉണ്ടോ? എറണാകുളമാണ്. എറണാകുളം. ജയദേവ് എവിടെയാണ്? എറണാകുളമാണ്, ഡെനക്കാടാണ്. എറണാകുളം. അതെ. മലപ്പുറം, ആലുവ, എറണാകുളം, വയനാട്, മലപ്പുറം. ഓക്കെ. അപ്പൊ എറണാകുളം ഡിസ്ട്രിക്റ്റിലൊക്കെ ഉള്ളവർക്ക് ഇടയ്ക്കൊക്കെ ഇതിലേക്ക് പാസ് ചെയ്ത് പോകുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില്, നമ്മുടെ ഓഫീസിലൊക്കെ ഒന്ന് കേട്ടിട്ട് പോവുക. ഓക്കെ. പറ്റുന്നവര്, കൂടുതൽ അകലത്തിലുള്ളവരെ നമുക്ക് നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ സമയത്തൊക്കെ കാണാൻ പറ്റുള്ളൂ, കൊല്ലം ഒക്കെ ഉള്ളവര്. ഓക്കെ. അപ്പൊ നമുക്ക് വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇറ്റ്സ് ദ ടൈം ടു ഫൈൻഡ്. നമുക്ക് ക്ലാസ് നിർത്താം. അപ്പൊ നമുക്ക് എന്നോടെങ്കിലും കാണാം. സെപ്റ്റംബർ തുടങ്ങി കാണാം. ഓക്കെ. അപ്പൊ എന്റെ പേര് മറന്നോ? പേര് മറക്കണ്ട. കാരണം എന്തെങ്കിലും സംശയം വന്ന് നിങ്ങൾക്ക് എന്നെ വിളിക്കാനാകാം. 1 hour ആണ് ഡെയിലി ക്ലാസ് കേട്ടോ. 1 മണിക്കൂർ ഇതാണ് ക്ലാസ്. ഐ എക്സ്പെക്ട് ഓൾ ഓഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ് whatever we have discussed here, and now it's our pleasure to leave. അല്ലെ, നമുക്ക് ലീവ് ചെയ്യാം.
അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കാണാം. ഓൾ ദ ബെസ്റ്റ് വൺസ് അഗൈൻ. നിങ്ങളുടെ പുതിയ ഒരു ക്ലാസ് പഠിക്കാൻ വേണ്ടി ഏറ്റെടുത്ത ഈ ഒരു വെഞ്ചറിന് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ക്ലാസ്സിൽ താങ്ക് യു. Okay, thank you, ma'am. താങ്ക് യു. താങ്ക് യു മാം.